if 3 is added to 11x minus 9y. Hi, ഇന്നത്തെ വീഡിയോ ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾ CBSE 10ാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് ലീനിയർ ഇക്വേഷൻസ് 2 വേരിയബിൾസ്. ആ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. തുടർന്ന് വീഡിയോ കാണുക. First question, from the pair of linear equations for the following problems and find their solution by substitution method. ഇത് എക്സസൈസ് 3.2 തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതിലെ സബ് ക്വസ്റ്റ്യൻസ് 1 മുതൽ 4 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ മുൻപുള്ള വീഡിയോകളിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലെ 5th ക്വസ്റ്റ്യൻ, എ ഫ്രാക്ഷൻ ബിക്കംസ് 9/11 if 2 is added to both the numerator and the denominator. If 3 is added to both the numerator and denominator, it becomes 5/6. Find the fraction. നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് let the fraction be x by y. ഫ്രാക്ഷൻ നമുക്ക് x by y എന്ന് എടുക്കാം. ഇനി അതിൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് a fraction becomes 9/11 if 2 is added to both the numerator and the denominator. അപ്പോൾ 2 is added to both the numerator and denominator. x plus 2 divided by y plus 2 equal to 9/11. പിന്നെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 11 ഇൻറ്റു എക്സ് പ്ലസ് 2 ഈക്വൽ ടു 9 ഇൻറ്റു വൈ പ്ലസ് 2. ഇതിനെ സാധാരണ പോലെ മൾട്ടിപ്ലൈ ചെയ്യുക. 11 ഇൻറ്റു എക്സ് 11x പ്ലസ് 11 ഇൻറ്റു 2 22 ഈക്വൽ ടു ഇവിടെയും 9 ഇൻറ്റു വൈയും 9 ഇൻറ്റു 2 മൾട്ടിപ്ലൈ ചെയ്യുക. 9 ഇൻറ്റു വൈ 9y പ്ലസ് 9 ഇൻറ്റു 2 18. ഇനി വേരിയബിൾ എല്ലാം ഒരു സൈഡിൽ കൊണ്ടുവരിക. 11x മൈനസ് 9y പുറത്ത് കൊണ്ടുവന്നു. 9y ഈക്വൽ ടു ഇവിടെയുള്ള 18 എഴുതി 18 22 അപ്പുറത്ത് പോകണം, റൈറ്റ് സൈഡിൽ പോകാം, മൈനസ് ആവണം, മൈനസ് 22. 11x മൈനസ് 9y മൈനസ് 9y ഈക്വൽ ടു 18 മൈനസ് 22 ടു മൈനസ് 4. അപ്പോൾ ഇവിടെ ഇക്വേഷൻ നമ്പർ 1 നമുക്ക് കിട്ടി. ഇഫ് 3 ഈസ് ആഡഡ് ടു ബോത്ത് ദ ന്യൂമറേറ്റർ ആൻഡ് ദ ഡിനോമിനേറ്റർ, ഇറ്റ് ബിക്കംസ് 5/6. അപ്പോൾ നമ്മൾ ന്യൂമറേറ്ററിൻ്റെ കൂടെയും ഡിനോമിനേറ്ററിൻ്റെ കൂടെ എക്സിൻ്റെ കൂടെയും വൈയുടെ കൂടെയും 3 ആഡ് ചെയ്യുന്നു. അപ്പോൾ x പ്ലസ് 3 ഡിവൈഡ് ബൈ y പ്ലസ് 3 ഈക്വൽ ടു 5/6. ഇവിടെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 6 ഇൻറ്റു എക്സ് പ്ലസ് 3 ഈക്വൽ ടു 5 ഇൻറ്റു വൈ പ്ലസ് 3. ഇവിടെയും പഴയ പോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. 6 ഇൻറ്റു എക്സ് 6x പ്ലസ് 6 ഇൻറ്റു 3 18 ഈക്വൽ ടു 5 ഇൻറ്റു വൈ 5y പ്ലസ് 5 ഇൻറ്റു 3 15. ഇവിടെയും വേരിയബിളിനെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരും. 6x മൈനസ് 5y, കാരണം y ഇവിടെ പോസിറ്റീവാണ്, ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു 5y ഈക്വൽ ടു അവിടെയുള്ള 15 18 റൈറ്റ് സൈഡിലേക്ക് പോകണം, അപ്പോൾ മൈനസ് 18. അപ്പോൾ നമുക്ക് ഇക്വേഷൻ 6x മൈനസ് 5y ഈക്വൽ ടു 15 മൈനസ് 18 ഈക്വൽ ടു മൈനസ് 3. ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ നമുക്ക് കിട്ടിയ രണ്ട് ഇക്വേഷൻസ് 11x മൈനസ് 9y ഈക്വൽ ടു മൈനസ് 4 എന്നും അത് ഇക്വേഷൻ നമ്പർ 1 എന്നെടുത്തു. 6x മൈനസ് 5y ഈക്വൽ ടു മൈനസ് 3 അത് ഇക്വേഷൻ നമ്പർ 2. ഇനി കഴിഞ്ഞ പ്രോബ്ലങ്ങളൊക്കെ ചെയ്ത പോലെ തന്നെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചെയ്യാൻ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി x ഈക്വൽ ടു എന്ന ഫോമിലേക്ക് ഈ ഇക്വേഷനെ മാറ്റുന്നു. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനെ 11x ഈക്വൽ ടു മൈനസ് 4, ഈ 9y അപ്പുറത്ത് കൊണ്ടുപോകാം. ഇവിടെ മൈനസ് 9 ആണ്, അതുകൊണ്ട് മൈനസ് 4 പ്ലസ് 9y ആവുന്നു. 9y അതുകൊണ്ട്
എക്സ് ഈസ് ഈക്വൽ ടു -4 പ്ലസ് 9y ഡിവൈഡഡ് ബൈ 11 എന്ന് കിട്ടുന്നു. ഇനി ഇവിടെ കിട്ടിയ എക്സിൻ്റെ വാല്യൂ നമുക്ക് സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സെക്കൻഡ് ഇക്വേഷൻ 6x ആണ്. അപ്പോൾ 6 ഇൻറ്റു -4 പ്ലസ് 9y ഡിവൈഡഡ് ബൈ 11 മൈനസ് 5y ഈക്വൽ ടു -3. ഇനി ഇവിടെയും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ നമുക്കിവിടെ ഈ 11 എന്ന ഡിനോമിനേറ്ററിൽ കിടക്കുന്ന 11നെ നമുക്ക് ഒഴിവാക്കണം. അപ്പോൾ എന്ത് ചെയ്യാം? ഇക്വേഷനെ ത്രൂ ഔട്ട് 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 11 ഇൻറ്റു 6 ഇൻറ്റു -4 പ്ലസ് 9y ഡിവൈഡഡ് ബൈ 11 മൈനസ് 5y ഇൻറ്റു 11 ഈക്വൽ ടു -3 ഇൻറ്റു 11. അപ്പോൾ ഇവിടെ നമുക്ക് 11ഉം 11ഉം കട്ടായി പോകും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 6 ഇൻറ്റു -4 പ്ലസ് 9y മൈനസ് 11 ഇൻറ്റു 5y ഈക്വൽ ടു 11 ഇൻറ്റു -3 എന്ന് കിട്ടും. ഇനി ഇതിനെ ബ്രാക്കറ്റ് മാറ്റുന്നു. ഈക്വൽ ടു 6 ഇൻറ്റു -4 മൈനസ് 24 പ്ലസ് 6 ഇൻറ്റു 9y 54y മൈനസ് 11 ഇൻറ്റു 5 55y ഈക്വൽ ടു 11 ഇൻറ്റു -3 -33. അപ്പോൾ ഇവിടെ -24 മൈനസ് y എന്ന് കിട്ടുന്നു. ഈക്വൽ ടു -33 പ്ലസ് 54ഉം -55ഉം കൂടെ ആഡ് ചെയ്തു. അതിൻ്റെ സമ്മ് -1. അതുകൊണ്ട് -1/y എന്ന് എഴുതി ഈക്വൽ ടു 33. ഇനി വേരിയബിൾ ഈ -y ആണ്, അത് മാത്രം ഇവിടെ നിൽക്കട്ടെ. -y ഈക്വൽ ടു അവിടെയുള്ള റൈറ്റ് സൈഡിലുള്ള -33 അവിടെ എഴുതി 33. പിന്നെ ഈ 24 ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന 24 റൈറ്റ് സൈഡിലേക്ക് പോകണം. അപ്പോൾ പ്ലസ് 24 ആയി. അപ്പോൾ -y ഈക്വൽ ടു -33 പ്ലസ് 24 -9. അതായത് y ഈസ് ഈക്വൽ ടു 9 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ y ഈസ് ഈക്വൽ ടു 9 ആണ്. അപ്പോൾ x ഈക്വൽ ടു എക്സ് നമ്മൾ ആദ്യം തന്നെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഇക്വേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഇക്വേഷനിൽ തന്നെ കൊടുക്കാം. എക്സ് ഈക്വൽ ടു നമുക്ക് -4 പ്ലസ് 9y ഡിവൈഡഡ് ബൈ 11 ആണ്. അപ്പോൾ ഈക്വൽ ടു -4 പ്ലസ് 9y 9 ഇൻറ്റു 9 ഡിവൈഡഡ് ബൈ 11 ദാറ്റ്സ് ഈക്വൽ ടു -4 പ്ലസ് 9 to 9 81 divided by 11 equal to 77 divided by 11 equal to 7. അപ്പോൾ ഇവിടെ x ഈക്വൽ ടു 7 എന്നും y ഈസ് ഈക്വൽ ടു 9 എന്നും നമുക്ക് കിട്ടി. അപ്പോൾ നമ്മുടെ ഫ്രാക്ഷൻ ഈക്വൽ ടു നമ്മൾ ഫ്രാക്ഷൻ എടുത്തേക്കുന്നത് x/y എന്നാണ്. x/y ഈക്വൽ ടു 7/9 ഇതായിരിക്കും നമ്മുടെ ആൻസർ.